രൂപങ്ങളിൽ യസ്രിബിന്റെ കരളമേൽപ്പിക്കുന്ന കഥകളുറങ്ങുന്ന മദീന മുനവ്വറയിലേക്കുള്ള സൽവഴിയെ കേരള ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ വരച്ചുവെച്ച മലയാള സാഹിത്യത്തിന്റെ വചനപ്രസാദം ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. എവിടെ പുസ്തകം? ഇവർക്ക് കൊടുക്കാനുള്ള പുസ്തകം എവിടെ? തിരിക്കണം. ഈ ഘട്ടം എന്താണ്? വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മടക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, ഞാനും മുസ്തഫാജി മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഈ സെഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ വലിയവർക്കൊക്കെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത സെഷനിന് വന്നാൽ മതി. ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് പോയ അഭിമന്യരായ നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾ, എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഊഷരമായ ഒരു പ്രദേശത്ത് ഒരാൾ വന്നു. നരച്ച ആകാശമാണ്, നല്ല വെയിലാണ്, തപിച്ച് കിടക്കുന്ന മണ്ണാണ്. അയാൾ ആ മണ്ണില് തന്റെ പ്രതീക്ഷയുടെ മൺവെട്ടി കൊണ്ട് ആഞ്ഞു വെട്ടി ക്ഷീണമുണ്ടായപ്പോഴും നിർത്താതെ വെട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ അവിടെ ഒരു ചെടി നട്ടു. ആരൊക്കെയോ ചേർന്നതിന് വെള്ളമിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ ഒരാൾ എന്നും അതിന് വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. ആ ചെടിയുടെ കാണ്ഡങ്ങൾ വലുതായി. മധുരമുള്ള കായ്കനികൾ വിഹായസിലേക്ക് അത് തല ഉയർത്തി ചില്ലകൾ നീട്ടിപ്പരത്തിപ്പിടിച്ചു. പറകളെ വിടുന്നൊക്കെയോ ഒന്ന് ആ കായകളെ കൊത്തിയെടുത്തു കൊണ്ടുപോകാൻ തുടങ്ങി. അത് പല ഗ്രാമങ്ങളിൽ വീണു. അവിടെയും വിത്തുമുള പൊട്ടി മണ്ണിന്റെ ഗർഭയറകളിൽ നിന്ന് സസ്യമായി അത് വളർന്നുകൊണ്ടേയിരുന്നു.
പൂവാകുന്നതും കായാകുന്നതും ചില്ല നീട്ടുന്നതും ആദ്യ മനുഷ്യൻ നോക്കിയിരുന്നു. തന്റെ പ്രതീക്ഷയുടെ, തന്റെ ആഗ്രഹങ്ങളുടെ ആകാശത്ത് ചില്ല വിടർത്തിയ മഹാവടവൃക്ഷത്തെ കണ്ട് ആഹ്ലാദാതിരേകത്തോടെ അയാൾ കണ്ണടക്കുകയാണ്. ആ മനുഷ്യന്റെ പേരാണ് മമ്മി ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ. അതിന് വളമിട്ടവരാണ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരൊക്കെ. എന്നും അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തയാളാണ് സയ്യിദ് അലവി ദാരിമി ഉസ്താദ്, കൂടെയുള്ള ഗുരുവര്യന്മാർ, അന്നും ഇന്നുമുള്ളവർ. പറവകൾ കൊത്തിയെടുത്തു കൊണ്ടുപോയി ഗ്രാമങ്ങളിലിട്ട വിത്തുകളാണ് ചിറ്റൂരിലും വണ്ടുംതറയിലും ഒക്കെ പുതിയ പുതിയ ചെടികൾ വളരാൻ കാരണമാകുന്നത്. എത്രമേൽ മനോഹരമാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പടവുകൾ. എനിക്ക് അസൂയ തോന്നിപ്പോയി. മമ്മി ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്ത സൗഭാഗ്യം എന്താണ്? കൊട്ടാരമുള്ളവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം. സയ്യിദ് ബിച്ചിക്കോയ തങ്ങളുടെ ഹൃദയം തുറന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് ശൈഖുനാ എം.ടി. ഉസ്താദിനെ പോലെയുള്ള, ശൈഖുനാ നെല്ലായ ഉസ്താദിനെ പോലെയുള്ള, മഹാനായ കുരുവമ്പലം തങ്ങളെ പോലെയുള്ള അഭിവന്യരായ നായകന്മാർ ആമീൻ പറയുകയാണ്. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്താണ് കുട്ടികളെ? ഒരു ദിവസവും പ്രാർത്ഥന കിട്ടാതെ ആ മനുഷ്യൻ ഖബറിൽ കിടക്കുന്നില്ല. ഇതെന്തൊരു വലിയ സായുജ്യമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതുവരെ അനസ്യൂതമായ പ്രാർത്ഥനയുടെ വശ്യവചസ്സുകൾ ഇവിടെ നിന്ന് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. മുത്തഅല്ലിങ്ങളായ നിങ്ങളൊക്കെ ഇനി വലിയ ആലിമീങ്ങളായി മാറും. നിങ്ങൾക്ക് ഗുരുവര്യന്മാരുടെ ശിഷ്യൻഗണങ്ങൾ ഉണ്ടാകും. അവർക്ക് ശിഷ്യന്മാരുണ്ടാകും. അങ്ങനെ അങ്ങനെ മന്വന്തരങ്ങളോളം ഈ പ്രാർത്ഥന നീണ്ടു നിൽക്കുകയാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോ ഭക്ഷണം തന്നയാളുകളുണ്ട്, ഒരു പുഞ്ചിരിയെങ്കിലും തന്നയാളുകളുണ്ട്, സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച ആളുകളുണ്ട്. എവിടെയാണ് പ്രാർത്ഥനയിൽ അവരെ മറക്കാറുള്ളത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ, വലിവലിദീനാ, ഞങ്ങളുടെ മാതാപിതാക്കളോട്, വലിയ സാത്തീദിനാ, ഞങ്ങളുടെ ഗുരുവര്യന്മാരോട്, അങ്ങനെ പറഞ്ഞ് വലിമൻ അഅനനാ, ഞങ്ങളെ സഹായിച്ചവർക്ക്, വലിമൻ അത്അമനാ വലിമൻ ഇസ്തഖാനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക്, ഞങ്ങൾക്ക് വെള്ളം തന്നവർക്ക്. അല്ലേ? എല്ലാ ഉസ്താദുമാരും അങ്ങനെ പ്രാർത്ഥിക്കും. അമ്മി ഹാജിക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. ത്യാഗം എന്നൊക്കെ പറയുന്നത് അതാണ്. ഞാൻ ആമുഖമായി അദ്ദേഹത്തെ അനുസ്മരിച്ചു എന്ന് മാത്രം. കുട്ടികളെ, കൂട്ടുകാരെ, മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഭാരതത്തിന്റെ ഒരു ടാഗ്ലൈൻ. മാതാപിതാ ഗുരു ദൈവം. ഒരു പരിധിവരെ അത് ഇസ്ലാമികമായ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളിടത്ത്, ഗുരു എന്നുള്ളിടത്ത് ഗൂഗിൾ എന്നായി പോയിട്ടുണ്ട്. മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. ഗുരുവിനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോണിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡാറ്റകൾ ലഭിക്കും, വിവരങ്ങൾ ഒരുപാട് ലഭിക്കും. പക്ഷെ അത് അക്കാദമിക്കലായ വിവരങ്ങൾ മാത്രമാണ്. അൽ ഇൽമ് എന്ന് പറയുന്നതല്ല. അക്കാദമിക്കലായ വിവരങ്ങൾ പലപ്പോഴും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വാട്സാപ്പിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില ഫേക്ക് ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ പച്ചക്കളവായ വാർത്തകൾ വരും. കഅബാലയത്തിന്റെ മതാഫിൽ
രക്തം പമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഫേക്കായിരുന്നു, കളവായിരുന്നു അത്. കാരണം ഗൂഗിളിന് എന്താണ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തത് അതാണ് നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. അത് കളവാകാൻ സാധ്യത ഏറെയാണ്. പക്ഷെ ഗുരുവര്യനിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം അത് യഥാർത്ഥ വിജ്ഞാനമാണ്. നിങ്ങൾക്കൊരു ഉസ്താദ് ഉണ്ടാവും അല്ലേ? ഇല്ലേ കുട്ടികളെ? നിങ്ങൾക്കൊരു ഉസ്താദുമാരില്ലേ? പറയൂന്ന് ഇല്ലേ? അവർക്കൊരു ഉസ്താദ് ഉണ്ടാവും. ഇങ്ങനെ മലയാളക്കരയിൽ നിന്ന് അത് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദ് സൈദലവി ഉസ്താദാകും, ചിലപ്പോ അവരുടെ ഉസ്താദ് നെല്ലായ ഉസ്താദാകും, അവരുടെ ഉസ്താദ് ഉണ്ടാകും മഹാനായ ഒരു പണ്ഡിതൻ. അങ്ങനെ മലയാളക്കരയിൽ നിന്ന് ജ്ഞാനനിർഭരയുടെ ഈ ചങ്ങല കടന്നു പോകുന്നത് മഹാനായ ശംസുൽ ഉലമാ ഉസ്താദിലൂടെയാണ്, കണ്ണിയത്ത് ഉസ്താദിലൂടെയാണ്, കുതുബി ഉസ്താദിലൂടെയാണ്. അതങ്ങനെ കടന്നുപോയി ശാഫഈ മദ്ഹബിന്റെ രാജകുമാരൻ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നുപോകും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇമാം ദാരുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനിലൂടെ കടന്നുപോകും. അനസ് റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നുപോകും. അലി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നുപോകും. അങ്ങനെ ഈ വിജ്ഞാനത്തിന്റെ അങ്ങേയറ്റം സകല വിജ്ഞാനങ്ങളുടെയും കനകഭണ്ഡാരമായ വഹയിന്റെയും ലൗഹിന്റെയും കലമിന്റെയും ഭൗതികതയുടെയും ആത്മീയതയുടെയും വിജ്ഞാന ഭണ്ഡാരമേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേരും. ഇതൊരു കണ്ണിയാണ്, ഇതൊരു ശൃംഖലയാണ്, ഇതൊരു ചെങ്ങലയാണ്. അവിടെ പിഴവുകൾ പറ്റില്ല. അതാണ് അൽ ഇൽമിന്റെ പ്രത്യേകത. ഗൂഗിൾ നൽകുന്നത് അക്കാഡമിക്കലായ വിവരങ്ങൾ മാത്രമാണ്. പുസ്തകങ്ങൾക്കപ്പുറമുള്ള ജ്ഞാനമുണ്ട്. പുസ്തകം വായിച്ചാലും അറിവ് കിട്ടും. ഞാൻ ആ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ഗുരുസിദ്ധമായ, ഞാൻ കുട്ടികളായതുകൊണ്ട് വളരെ ലളിതമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്താ പറയാ, ബന്ധുരമായ ഒരു വിജ്ഞാനമുണ്ട്. അങ്ങനെയാണ് ഗാൻഗാഹുകളൊക്കെ രൂപപ്പെട്ടത്. സഹാബത്ത് എങ്ങനെയാണ് വിജ്ഞാനം പഠിച്ചത്? പുസ്തകത്തിൽ നിന്നായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഗുരുശ്രേഷ്ഠരുടെ നൂറാന്യത്തിന്റെ ശ്രേഷ്ഠ പദവിയുടെ സുഹൃത്ത് കൊണ്ടാണ് അവർ വിജ്ഞാനം നേടിയത്. അതുകൊണ്ടാണ് അവർ സഹാബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത് അസ്ഹാബി കൽനജൂം, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. എത്രയൊക്കെ ഉദാഹരണം പറയാനുണ്ട്. സഹാബത്തിന്റെ മഹാത്മ്യത്തെ ഏതൊക്കെ കാൽപ്പനിക മനോഹരമായ പദാവലികളെ കൊണ്ട് ഉദാഹരണം പറയാനുണ്ട്. പക്ഷേ മുത്തനബി പറഞ്ഞത് നുജൂം എന്നാണ്, നക്ഷത്രം എന്നാണ്. ഇരുണ്ട രാത്രികളിൽ വഴി കാണാതെ അലയുന്ന യാത്രാപഥികർക്ക് നക്ഷത്രങ്ങളാണ് വഴി കാണിക്കുന്നത്. അലറുന്ന കടലിന്റെ തിരമാലകൾക്ക് മുകളിലൂടെ ചാഞ്ചാടി കടന്നു പോകുന്ന കപ്പലുകളെ വഴി കാണിക്കുന്നത് നക്ഷത്രങ്ങളാണ്. ഇന്നിവിടെ ഉദിക്കുന്ന നക്ഷത്രമുണ്ടല്ലോ, ഇന്ന് റഹീമയുടെ ആകാശത്ത് ഉദിക്കുന്ന നക്ഷത്രം. എത്ര കാലമായി നക്ഷത്രങ്ങൾ ഉദിക്കാൻ തുടങ്ങിയിട്ട്? ഖിയാമത്തോളം അവ ഉദിച്ചുകൊണ്ടേയിരിക്കും. അത് നൂറെന്ന വിജ്ഞാനം ലഭിച്ച സഹാബത്താണ്, ഗുരുസിദ്ധമായ വിജ്ഞാനം ലഭിച്ച ആളുകളാണ്. മുത്തഅല്ലിമീങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നറിയുമോ നിങ്ങൾക്ക്? ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് മക്കയിൽ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയം 22 കിലോമീറ്ററുകൾക്കപ്പുറത്ത് പുണ്യനബിയും സഹാബത്തും റളിയല്ലാഹു അൻഹും തടയപ്പെട്ടു. ഖുറൈശികളുടെ അംബാസിഡറായി ഉർവ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അദ്ദേഹം അന്ന് മുസ്ലിം അല്ല എന്ന കാര്യം ഓർത്തു വെക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു, സംസാരിച്ചു. പക്ഷേ കാര്യങ്ങൾക്കൊരു തീരുമാനമായില്ല.
പക്ഷേ അദ്ദേഹം ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാന് കിസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ചക്രവർത്തിമാരുടെ ദർബാറുകളിൽ നിങ്ങളുടെ പ്രതിനിധിയായി പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാനാവാത്ത വിധമുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധം എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ മനുഷ്യൻ എന്ന് പറയാണ് നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ, നിങ്ങൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് എഴുന്നേറ്റ് പോയിക്കോളൂ കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് സമയം തരാം. ആർക്കെങ്കിലും പുറത്തുപോയി പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാനുണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോളൂ കേട്ടോ. ആർക്കെങ്കിലും പോണോ? ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ കാണണ്ട. ഇനി ആർക്കെങ്കിലും പോണെങ്കിൽ പൊയ്ക്കോളൂ. ആ മനുഷ്യൻ പൂർവ്വതങ്ങൾ അന്ന് പ്രയോഗിച്ച വാക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും ഇരുന്ന് അവിടുന്ന് എഴുന്നേറ്റാൽ അവരുടെ പൃഷ്ഠഭാഗം ഇരുന്ന മണ്ണ് അവിടെ ഇരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. ആ മനുഷ്യൻ വുളൂ ചെയ്യുമ്പോൾ, അംഗസ്നാനം ചെയ്യുമ്പോൾ മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്ന ശിഷ്ടജലത്തെ എടുക്കാൻ അവർ തിരക്ക് കൂട്ടിയിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ പക്ഷികൾ അവരുടെ തലയിൽ വന്നിരുന്നാൽ പോലും അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവരത്ര അനക്കമറ്റാണ് ഇരുന്നിരുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അധ്യാപകന്റെ മുന്നിൽ. അനങ്ങിയിരുന്നില്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമാണ്. രണ്ട്, ജ്ഞാനത്തോടുള്ള ബഹുമാനമാണ്. ഇൽമിനോടുള്ള അദ്ദബാണ്. ഇൽമു അദ്ദബ്. നേരത്തെ ശൈഖുനാ എം.ടി. ഉസ്താദ് ഇവിടെ പറഞ്ഞു, വിജ്ഞാനം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല, അത് അക്കാഡമിക്കലായ ബിരുദമാണ്. നിങ്ങൾക്ക് റഹീബി ബിരുദം ലഭിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫൈലി ബിരുദമോ ദാരിമി ബിരുദമോ ഹുദവി ബിരുദമോ യമാനി ബിരുദമോ ലഭിക്കും. പുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ബിരുദം കിട്ടും. അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ പറയിസ്റ്റ. പക്ഷേ അതോടൊപ്പം ഉണ്ടാകേണ്ട ഒന്നാണ് സ്വഹബത്തിന്റെ വിജ്ഞാനം. അത് പരീക്ഷയ്ക്ക് ജയിച്ചാലും തോറ്റാലും അത് മറ്റൊരു കാര്യമാണ്. പഠനകാലത്ത് മടിയായിരുന്നവർ വരെ പിന്നീട് വലിയ ആലിമീങ്ങളും പ്രശസ്തരുമായ ആളുകൾ മാറിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് അൽഫയുടെ ബൈത്തെല്ലാം കിട്ടാതെ ഫത്ഹുൽ മുഈനിന്റെ ഒരു ഇബാറത്ത്, കൃത്യമായി വായിക്കാൻ അറിയാത്ത ആളുകൾ പിൽക്കാലത്ത് വലിയ ആലിമീങ്ങൾ, ഫിഖ്ഹിൽ വലിയ മഹാരത്തുള്ള ആലിമീങ്ങളായി മാറി. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകൾ പോലുമുണ്ട്. വാട്ട് ദ റീസൺ? എങ്ങനെയാണ് സംഭവിച്ചത്? ഗുരുവിനോടുള്ള അസമ്യമായ സ്നേഹത്തിന്റെയും പഠിക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാവും. സിനിമ കാണാൻ പറ്റുന്നില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല, കുറച്ചു കാലം ഇങ്ങനെ കുറെ നിയന്ത്രണത്തിന്റെ പിന്നില്ലേ, എനിക്കൊന്നും പറ്റൂല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണില്ലേന്ന് തോന്നണില്ലേ? പറയണോ? തോന്നണില്ലേ? ഞാൻ ദർസിൽ ഓതാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പോയ മഹാനാണ്. എനിക്ക് ഉമ്മച്ചിനെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞു. ചാടിപ്പോയി. ചാടിയിട്ടൊന്നല്ല, ബസ്സിൽ തന്നെയാണ് പോയത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവുന്നാണ്. ഞാൻ അന്നത്തെ ഒരു ബാലനായ വളാഞ്ചേരി മൂന്നാക്കൽ എന്ന് പറയുന്ന പള്ളിയിലായിരുന്നു. ആ പള്ളി പരിചയമുള്ളവർക്കറിയാം. എന്നോളം ഉയരമുള്ള മീസാൻ കല്ലുകളൊക്കെ ഉള്ള 900 വർഷത്തെ പഴക്കമുള്ള പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ മൂന്നാക്കൽ എന്ന് പറയുന്ന പള്ളി. ഉമ്മ ഉടനെ വാപ്പായെ വിളിച്ചു.
വാപ്പ വന്നു, നല്ല സ്നേഹാവുന്ന ഞാൻ കരുതിയത്, പക്ഷെ അടിയോടടി. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അത് സത്യമായിട്ടും പറയുന്ന കാര്യമാണ്. ദേശമംഗലം മങ്ങാടി വരെ അടിച്ചു. കിട്ടിയ ബസ്സിൽ കയറ്റിയിട്ട് വളാഞ്ചേരി കൊടുന്ന് മൂന്നാക്കൽ പള്ളിയിലാക്കി. അന്ന് ഉമ്മാനോട് ഉപ്പാനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ആ സത്യം പറ, അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ? അല്ലേ? അല്ല എന്നുള്ളവരെ കൈ കുതിച്ച കാണട്ടെ. പൊക്കി പിടിക്കും. ഞാനിപ്പോ ഇത് താത്തിയത് ഇപ്പൊ കാണിച്ചു തരാം. നുണ പറയാൻ പാടില്ല, നുണ പറഞ്ഞാൽ ഇൽമ ഒരാൾക്ക് ലഭിക്കില്ല. കുറച്ച് താത്തി. നിങ്ങൾ ആരെങ്കിലും കളവാണ് പറഞ്ഞതിൽ പെട്ടെന്ന് താത്തിക്കോളൂ. ഇനിയൊരു ദ്വാരക്കാൻ പോവാണ്. കുറെ താത്തിക്കോളൂ. അല്ലാഹു നിങ്ങളെയും നമ്മളെയൊക്കെ നല്ല ആലിമീങ്ങളാക്കട്ടെ. ദേഷ്യം ഉണ്ടാവും. എങ്ങനെയാ റഹീമിയയിൽ ഇത്ര പുസ്തകമൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുക? നമുക്ക് സിനിമയൊക്കെ കാണണ്ടല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും. ഉമ്മാനോട് ഉപ്പാനോട് ഭയങ്കര ദേഷ്യമായി. അസർ നിസ്കാരം കഴിഞ്ഞാല് ആ പള്ളിയുടെ ഒരു ജനവാതിൽക്കൽ ഇരുന്നിട്ട് മീസാൻ കല്ലിലേക്ക് ഇങ്ങനെ നോക്കി കരയും. കാലം കടന്നുപോയി. പഠനത്തിന് ശേഷം ജാമ്യയിൽ ഉപരിപഠനത്തിന് പോയി. എല്ലാം കൂടി 12 വർഷം. നിങ്ങൾക്ക് 5-6 വർഷം ഉണ്ടാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലും സഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. മഹാനായ ശൈഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദ് അറിയോ നിങ്ങൾക്ക്? 20 കൊല്ലം മുത്തഅല്ലിമായി പഠിച്ചയാളാണ്. 20 കൊല്ലം. പടച്ചോനെ, 20 കൊല്ലം നമ്മളിപ്പോ ഒരു ഇതിട്ടാൽ ആൾക്കാർ പഠിക്കാനുണ്ടാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പാന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറയണത്. അദ്ദേഹം പറയാണ്, പൊന്നാനിയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. കുട്ടികളെ, നിങ്ങൾ തേങ്ങാ പിണ്ണാക്ക് കണ്ടിട്ടുണ്ടോ? പറയൂ. ഇത് പ്രസംഗമല്ല. നിങ്ങൾ തേങ്ങാ പിണ്ണാക്ക് കണ്ടിട്ടുണ്ടോ? ആ തേങ്ങാ പിണ്ണാക്ക് രാത്രി ഒരു ഇലയിൽ കൊടുന്നു വെക്കും. ഒരു പച്ചമുളകും ഉണ്ടാവും, ഇത്തിരി കഞ്ഞിവെള്ളം. ഈ തേങ്ങാ പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ മുക്കും പടച്ചവനെ. എന്നിട്ട് കടിക്കും. എന്നിട്ട് ഈ പച്ചമുളക് ഉപ്പിൽ കൂട്ടി കടിച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ പൊന്നാനിയിൽ ഓതിപ്പടിച്ചതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സായുജ്യ സാരഥ്യമായി മാറിയ പ്രാർത്ഥനയുടെ മൗന വസന്തമേ ശൈഖുന കോയക്കുട്ടി ഉസ്താദ്. നിങ്ങൾക്ക് നല്ല ബിരിയാണി കിട്ടുന്നില്ലേ? റഹീമിയെന്നും ചിറ്റൂരിന്നും ഒക്കെ കിട്ടുന്നില്ലേ? പറ. നല്ല ഫുഡല്ലേ? എന്നും നല്ല ഭക്ഷണമല്ലേ? മാഷാ അല്ലാ, അതൊന്നും ഒരു കുറ്റുള്ള കാര്യമൊന്നുമല്ല. നല്ലത് അല്ലാഹു നിലനിർത്തി തരട്ടെ. കുറെ ആളുകൾ സഹായിച്ചത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയും പഠിച്ചവരുണ്ടെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ പ്രയാസം സഹിക്കുന്നില്ല. പച്ചമുളകും തേങ്ങാ പിണ്ണാക്കും കൂടി കഴിച്ചത് ഈ നമ്മുടെ ഇടയിൽ ജീവിച്ചു മരിച്ചുപോയ ഒരാൾ കാര്യം പറയാം. സ്വഹാബത്തിന്റെയോ ഒരു നൂറ്റാണ്ട് മുമ്പെയുള്ള ആളുടെ ചരിത്രമല്ല. ഈയിടെ മരണപ്പെട്ടുപോയ ശൈഖുന കോയക്കുട്ടി ഉസ്താദിന്റെ ബാല്യകാല പഠനമാണ്. ഇറ്റ്സ് ഇൻസ്പയർ. ചെറുപ്പത്തില് മൂപ്പര് ഓതാൻ വേണ്ടി പൊന്നാനി പള്ളിയിൽ പോയി. ആരാണ് ഉസ്താദ് നിങ്ങൾക്കറിയോ? ആരാറിയോ? എന്നാ കേട്ടോളൂ. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ്. കേട്ടിട്ടില്ലേ ആ പേര്? അവരാണ് ഉസ്താദ്. അപ്പൊ കോയക്കുട്ടി ഉസ്താദ് ഓതാൻ വേണ്ടി ചെന്നു. കണ്ണിയത്തോര് ഒന്ന് ഒഴിഞ്ഞു നോക്കി. ചില ഉസ്താദുമാർക്ക് മുതഅല്ലിമീങ്ങളെ കണ്ടറിയാനുള്ള കഴിവുണ്ട്. ശംസുൽ ഉലമക്കൊക്കെ അതുണ്ടായിരുന്നു. നിങ്ങളുടെ ഉസ്താദുമാർക്കും ഉണ്ടാവും. നന്നായി മനസ്സിലായിക്കോളുണ്ട് കേട്ടോ. ഒരു തരികടി നടക്കില്ല. അവര് ഉദയ ഉസ്താദുമാരുണ്ട്, സൈദലി ഉസ്താദുണ്ട്, റഹീമി ഉസ്താദുമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. കണ്ണിയത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പൊ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, എന്റെ പേര് കോയക്കുട്ടി എന്നാണ്. കണ്ണിയത്തോട് ചോദിച്ചു, കോയക്കുട്ടി എന്നൊരു പേരോ? അപ്പൊ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, അതെ, കോയക്കുട്ടി തന്നെ. ഇത് പാടൂരിലെ ഖാദിരിയ തരീഖയുടെ ശൈഖ് മുറബ്ബി അശ്ശൈഖ് ഫഖറുദ്ദീൻ കോയക്കുട്ടി അൽ ബുഖാരി സാഹിലി ഖാദിരി റളിയല്ലാഹു അൻഹു. അവരുടെ പേര് എങ്ങനെ രീതിയിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല.
ഇത് അവരുടെ പേരാണ്, ഇത് ബർക്കത്തുള്ള പേരാന്ന് പറഞ്ഞു. ആര്? കോയക്കുട്ടി ഉസ്താദ്. നമ്മളോട് ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? മിണ്ടാ വെക്കും. നമ്മള് ചുമ്മാ മിണ്ടാ വെക്കും. 3 പ്രാവശ്യം ചോദിച്ചാലൊക്കെ നമ്മൾ മറുപടി പറയുള്ളൂ. അതൊരു നല്ല സ്റ്റൈലല്ല. ഒരു ഉസ്താദുമാർക്കും ഒരു ഇഷ്ടമല്ല, പരിപാടിയല്ല. മനസ്സിലായിക്കോളും. ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാം. എന്താണ് ഇന്നലെ വരാഞ്ഞ്? കുറച്ചേരം മിണ്ടാക്കുക. എന്താ വരാഞ്ഞോന്ന് പിന്നെയും മിണ്ടാക്കുക. എന്താ വരാഞ്ഞ്? അങ്ങനെ 3ാമത്തെ വട്ടം ചോദിച്ചാലല്ല മറുപടി പറയണത്. 1ാമത്തെ തവണ തന്നെ മറുപടി പറയണം. അതാണ് അദബ്. അവിടെ മറുപടി പറയാതിരിക്കലാണ് അദബ്. നിങ്ങൾ കരുതണ്ട. ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് പറയുന്നു. കാരണം ഉസ്താദുമാരുടെ സമയത്തിന് വിലയുണ്ട്. അപ്പൊ കണ്ണിയത്തിന്റെ മുമ്പിൽ, കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ കോയക്കുട്ടി ശരിക്കും മറുപടി പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് മനസ്സിലായി, മുമ്പിൽ വന്ന് നിൽക്കണ ഈ പയ്യനുണ്ടല്ലോ, സാധാരണ പയ്യനല്ല, അസാധാരണമായ സിദ്ധി. കാലം എന്തൊക്കെയോ ഈ കുട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് തിരിച്ചറിയാനുള്ള ദീർഘദർശിത്വമുള്ള മഹാറത്തിന്റെ ജ്ഞാനസിദ്ധി കണ്ണിയത്ത് ഉസ്താദിനുണ്ടായി എന്ന് കാലം തെളിയിച്ചില്ലേ? ആ കുട്ടിയാണ് തേങ്ങാപിണ്ണാക്ക് പച്ചമുളക് ഉപ്പിൽ കൂട്ടി കഞ്ഞിവെള്ളം കുടിച്ച് രാത്രികൾ പട്ടിണി കിടന്ന് പൊന്നാനിയിൽ പഠിച്ച ആ കുട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സായൂജ്യ സാരഥ്യമായ ശൈഖുന കോയക്കുട്ടി മുസ്ലിയാർ ആനക്കര ആയി പിന്നീട് മാറിയത്. തിരിച്ചു വരാം. അങ്ങനെ ഇരുന്ന് കരഞ്ഞു. ആര് കരഞ്ഞു? ആര് കരഞ്ഞു? പറ. ആര് കരഞ്ഞു? ആര് കരഞ്ഞു? പേര് പറ. എന്റെ പേര് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഉസ്താദല്ലല്ലോ, നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ട. ഞാൻ നിങ്ങൾ എന്റെ കൂട്ടുകാരനായിട്ട് കരുതുന്നു. ആര് കരഞ്ഞു? നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ബാക്കി പറയുള്ളൂ. എനിക്ക് ഈ സദസ്സിന്റെ ഒരു മനഃശാസ്ത്രം അറിയാം. അതുകൊണ്ടാണ് ഞാനൊരു ഗംഭീര പ്രസംഗം നടത്തിയത് നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്ന് പ്രസംഗിക്കുക. ആര് കരഞ്ഞു? ബഷീർ വൈസിക. നിങ്ങൾ റളിയല്ലാഹുവിനൊന്നും പറയണ്ട. അപ്പോ മറ്റേ എന്തോട്ടാ പറയാ, കരഞ്ഞു. അന്ന് എനിക്ക് തോന്നി വാപ്പാക്ക് എന്നോട് ഇഷ്ടമല്ല, ഉമ്മാക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന്. നിങ്ങൾക്കിന്ന് തോന്നുന്നത് പോലെ. നേരത്തെ കൈ താഴ്ത്തില്ലേ നിങ്ങൾ? കാലം കുറെ കടന്നുപോയി. ബിരുദമൊക്കെ എടുത്തതിന് ശേഷം, സംഘടനയിലേക്ക് പ്രവർത്തിച്ചതിന് ശേഷം നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും ഒന്നുകിൽ ഉദ്ഘാടനം അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം. നാട്ടുകാർ കാണിക്കുന്ന ഒരു സ്നേഹമാണെന്ന് കരുതിയാൽ മതി, അല്ലാതെ വലിയ പണ്ഡിതനായത് കൊണ്ടാവില്ല. അങ്ങനെ അന്നും ഇന്നും നാട്ടിലെ പരിപാടിയിൽ ഞാനാ പ്രസംഗിക്കാറ്. അങ്ങ് പ്രസംഗിക്കുമ്പോ എന്റെ ഉപ്പ സദസ്സിലിരിക്കാറുണ്ട്. ഒരു വേദിയിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം കമ്മിറ്റിക്കാരനല്ല, പണ്ഡിതനല്ല, ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ ഏത് സദസ്സിലും അഭിമാനത്തോടെ പറയാറുള്ളതാണ്. ചിലർക്കൊക്കെ വാപ്പാരെ കുറിച്ച് പറയാൻ ഭയങ്കര മടിയാണ്. വാപ്പ കച്ചവടക്കാരനൊക്കെ പറയാൻ ഭയങ്കര മടിയായി. വാപ്പ യൂസുഫ് അലിയാണെങ്കിൽ എല്ലാവരും പറയും എന്റെ വാപ്പ MA യൂസുഫ് അലിയാണെന്ന്. എന്റെ വാപ്പ കൂലിപ്പണിക്കനായിരുന്നു. കുട്ടികളെ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല. മഴ പെയ്യുമ്പോ പോലും മഴ കൊള്ളാതിരിക്കാൻ സ്കൂളിന്റെ വരാന്തയിൽ കയറി നിന്നിട്ടില്ല. ദർസിലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് സദസ്സിലാണ് ഇരിക്കുക. മുഷിഞ്ഞ തോർത്ത് തോളിലിട്ടിരുന്ന് എന്റെ ഉപ്പച്ചി കരയുന്നത് ഞാൻ പിന്നീട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. സ്വാഗതം പറയുന്ന ആളുകൾ, നേരത്തെ സിദ്ദീഖ് റഹീമി പറഞ്ഞതുപോലെ, നല്ല അനൗൺസ്മെന്റ് നടത്തിയ ആൾ പറഞ്ഞതുപോലെ, നല്ല വാക്കൊക്കെ സ്വാഗതം പറയുന്ന ആള് പറയുമ്പോൾ, എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഉപ്പ അവിടെ ഇരുന്ന് കരയുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അന്ന് ഉപ്പ അടിച്ചത് ദേഷ്യം കൊണ്ടായിരുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഉമ്മാനോട് ഉപ്പാനോട് ഇനി നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുമോ? പറ. ഉസ്താദ്മാരോട് ദേഷ്യമുണ്ടോ? ഉറക്ക പറയിഷ്ട. എന്നാലും അടിയിട്ടുമ്പോ ദേഷ്യം തോന്നാറില്ലേ? ഇതാണ്. എന്നാ ഇന്നത്തോടുകൂടി നിങ്ങളുടെ ദേഷ്യം തീരും. ഞാൻ പറയട്ടെ. എന്നാല് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഉദ്ധരിച്ചു. ഇമാം ദാരിൽ ഹിജ്റ എന്ന പേരിൽ പ്രസിദ്ധനാണ്. എന്ന് വെച്ചാല് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ
ലോകത്ത് ഒരു പണ്ഡിതൻ ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന അലിഖിതമായ നിയമമുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിയമമൊന്നുമില്ലെങ്കിലും ഇമാം മാലിക്കിന്റെ കാലമായതുകൊണ്ട് ആരും അങ്ങനെ ഫത്വ പറയില്ല. കാരണം ഇമാം മാലിക് എന്ന മഹാപണ്ഡിതൻ ജീവിച്ചിരിക്കുകയാണ് മതിയാണ്. അദ്ദേഹം തന്റെ ശിഷ്യനെ അടിച്ചു, 3 അടി അടിച്ചു. അടിച്ചപ്പോ കുട്ടി കരഞ്ഞു. നമ്മൾ അടിയിട്ടേ കരയാറില്ലേ? പറയുന്ന അടിയിട്ടേ കരയാറില്ലേ? അങ്ങനെ അടിയിട്ടിയപ്പോ കരഞ്ഞു. കരഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ പൊരുത്തപ്പെടണം. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയാ? അല്ല. പക്ഷെ കുട്ടി പറഞ്ഞു ഞാൻ പൊരുത്തപ്പെടില്ല. ഇമാം മാലിക്കിന് ബേജാറായി റളിയല്ലാഹു അൻഹു. ഉസ്താദ് പറഞ്ഞു, മോനെ പൊരുത്തപ്പെടണ്ട, എന്താടാ എന്റെ മുത്തുമണിയല്ലേ, പൊരുത്തപ്പെടും. കുട്ടി പറഞ്ഞു ഞാൻ പൊരുത്തപ്പെടില്ല. അവസാനം കുട്ടി പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നെ 3 അടിയാണ് അടിച്ചത്, അതിനു പകരം എനിക്കൊരു സാധനം തരണം. നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്തായിരിക്കും പറയാ? ഉറക്കെ പറഞ്ഞോളൂ. എന്താവും പറയാ? ഞാൻ പറയും എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി തന്നാ മതി എന്ന് പറയും. എന്നാ ഞാൻ പൊരുത്തപ്പെടാന്ന് പറയും. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയാ? ആ കുട്ടി പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്നെ 3 അടിയാണ് അടിച്ചത്, അതുകൊണ്ട് 3 ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണം. പീരിയഡിന് പുറത്തായിട്ട് പഠിപ്പിച്ചു തരണം. 3 ഹദീസ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴാ കുട്ടി പറഞ്ഞു, ഗുരുവര്യരേ, ഞാൻ ഈ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും എന്നെ ഒന്ന് തല്ലുമോ? ഇനിയും എന്റെ ശരീരത്തിലൊന്ന് തല്ലുമോ ഉസ്താദേ? എന്നിട്ട് ഓരോരോ അടിക്കും ഓരോ ഹദീസുകൾ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവരുടെ പേരിലുള്ള ഹദീസുകൾ, അവിടുത്തെ ഇടവചനം പഠിപ്പിച്ചു തരുമോ ഗുരുവര്യരേ? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാ കുട്ടി മറുപടി പറഞ്ഞു. അതാണ് ഗുരു എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. വന്നേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വന്നേരി പൊന്നാനിക്ക് പറയുന്ന ഒരു പഴയ പേരാണ്. പൊന്നാനിയുടെ ഒരു സോണിന് പറയുന്ന പേരാണ് വന്നേരി. വന്നേരിയിൽ നിന്ന് ഒരു രാത്രി പ്രായമുള്ള ഒരു ഉസ്താദും
രണ്ടുപേരും കൂടി സഞ്ചരിക്കുക. ഒന്ന് ഗുരുവാണ്, ഒന്ന് ശിഷ്യനാണ്. ഇത്തിരി പ്രായമുള്ള ഉസ്താദാണ്. അന്ന് വാഹന ഗതാഗതമൊന്നുമില്ല. അങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെട്ടുവഴിയിലൂടെയാണ് കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ മശഹൂറുപത്തെ കൊടപ്പനക്കല തറവാട്ടിലെ രാജപ്രതാപിയായ PMS തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, മലയാളത്തിന്റെ ആത്മസൗമ്യ സാരഥ്യ സൗരഭ്യം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബ്രേക്ക്, നിങ്ങൾക്കൊരു ബ്രേക്ക് തങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് തുടരാം. ബഹുമാനപ്പെട്ട തങ്ങള് നാളത്തെ മജ്ലിസ് നൂറിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നേരത്തെ MT ഉസ്താദ് സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മമ്മി ഹാജി, മഹാനായ മർഹൂം കാരക്കാട് മാനം മുസ്ലിയാർ മമ്മി ഹാജിയുടെ കൈ പിടിച്ച് പാണക്കാട് കൊണ്ടുപോയി ഏൽപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത്. ഇത് വാണിയംകുളത്തെ മമ്മിയാണ്, അവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ആ ആത്മീയമായ ബന്ധം ഇന്നും ഈ സ്ഥാപനത്തിൽ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും പാണക്കാട് പോയി സമ്മതം ചോദിച്ച് പാണക്കാട് സാദാത്യങ്ങളുടെ ഡേറ്റ് വാങ്ങിയിട്ട് ആണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും ഷെഡ്യൂൾ ചെയ്ത്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ വർത്തമാന കാലഘട്ടത്തിലെ ചില കാര്യങ്ങളുമായി അവർക്കൊക്കെ തിരക്ക് പിടിച്ച കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഷെഡ്യൂളിൽ മാറ്റം വരുത്തി പാണക്കാട് തറവാട്ടിലെ എല്ലാവരും സമയം മാറിയെങ്കിലും ഈ പരിപാടിയുടെ അവസാനം വരെ ഓരോരുത്തരായി വന്നുപോകും. ഇന്ന് ആദ്യമായി ഈ ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ബഷീർ ഫൈസ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യിദ് അലിദാരിമി അവരുടെ, അഭിനന്ദനായ മുഖ്യ പ്രഭാഷകൻ ബഷീർ ഫൈസ് ദേശമംഗലം അവർകളെ, വേദിയിൽ ഉപവിഷ്ടായ സമാദരണീയരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, സ്നേഹമുള്ള താലിമികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മഹാനായ മർഹൂം കാരക്കുന്ന് മാനം മുസ്ലിയാർ നദറുല്ലാഹു മർക്കദ് അവர்களுടെയും മർഹൂം മമ്മി ഹാജി അവர்களுടെയും ഉറസിനോടനുബന്ധിച്ചിട്ടുള്ള വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനും പരിസര പ്രദേശങ്ങൾക്കും ആത്മീയ നേതൃത്വം നൽകി വിട പറയുകയും ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായിരുന്ന മർഹൂം മമ്മി ഹാജി അവർക്ക് ഇതുപോലെയുള്ളൊരു മഹത്തായ സ്ഥാപനം തുടക്കം കുറിക്കുവാനുള്ള അനുഗ്രഹാശിസുകൾ നൽകുകയും ചെയ്തവരുടെ ഓർമ്മകളിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയവും മതപരമായ ചൈതന്യത്തിനും ധാർമ്മിക പുരോഗതിക്കും
ഇവിടെ അടിത്തറപ്പാക്കിയിട്ടുള്ളത് മഹാരഥന്മാരായ അരിഫ്യങ്ങളും ഔലിയാക്കളും ഉലമാക്കളുമാണ്. അവരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശിരസ വഹിച്ചുകൊണ്ടുള്ള ഉമറാക്കളും അള്ളാഹുവിന്റെ പ്രതിഫലവും മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്ത് അവരുടെ ജീവിതം സമർപ്പിച്ചതിന്റെ ഗുണഫലങ്ങളാണ് കേരളീയ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മർഹൂം മമ്മി ഹാജി അവറുകൾ, മഹാനായ മന്നു മുസ്ലിയാർ അവരുടെ തണലിൽ ഇതുപോലെയുള്ള സംരംഭം തുടക്കം കുറിക്കുകയും ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് പണ്ഡിത നേതൃത്വം നൽകാൻ ഉതകുന്ന യുവ പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അനാഥരും അഗതികളുമായ കുഞ്ഞുമക്കളെ അറിവ് പകർന്നു നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ വളർത്തുകയും അങ്ങനെ ഉത്തമ വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ മഹത്തായ സ്ഥാപനം എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സഹകരണവും ഈ സ്ഥാപനത്തിൽ ലഭ്യമാവുകയുണ്ടായി. അത് സാധ്യമായത് മമ്മി ഹാജി അവരുടെ ആത്മാർത്ഥതയും ദീനോടും സമുദായത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയുമാണ്. വളരെ വലിയൊരു വ്യാപാരിയാണെങ്കിലും കേവലം അതൊരു സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്ക് ലക്ഷ്യമാക്കാതെ ദീനും സമുദായത്തിനും അദ്ദേഹത്തിന്റെ ആ വ്യാപാരത്തിൽ ലഭിക്കുന്ന ഓരോ നാണയവും അതിനുവേണ്ടി കൂടി ചെലവഴിച്ച് ഒരു മാതൃക ഉമറായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് നമ്മുടെ കുടുംബമായി വളരെ ആത്മബന്ധവും സ്നേഹവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഈ 1-ാം ആണ്ടിനോടനുബന്ധിച്ച് വളരെ യാദൃച്ഛികമാണെങ്കിലും അതിന്റെ തുടക്കം കുറിക്കുന്ന ഈ വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ആ ആത്മബന്ധത്തിന്റെ വലിയ ഫലത്തിന്റെ ഭാഗമായിട്ടാണ്. എപ്പോഴും പിന്നിൽ നിന്നുകൊണ്ട് സമുദായത്തിന് വേണ്ടിയും ദീനിനു വേണ്ടിയും പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ മോഹിക്കാതെ ജീവിച്ച ഒരു മഹത്വത്വമാണ് മമ്മി ഹാജി അവർകൾ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രചരണ മേഖലയിൽ വളരെ ഉന്നതമായ മാതൃക കാണിച്ചാണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിന്റെ മക്കളും കാത്തു സൂക്ഷിക്കുന്നു. അതിനുള്ള എല്ലാവിധ തൗഫീഖും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ അവസരത്തിൽ ബഹുമാന്യനായ ബഷീർ ഫൈസി അവരുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയും വളരെ അറിവ് പകരുന്ന ആ പ്രഭാഷണത്തിന് വേണ്ടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു മഹാനായ മർഹൂം മാൻസ്ലിയാർ അതുപോലെ മമ്മി ഹാജി അവർകളോടൊപ്പം നാളെ നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ അവർ ചെയ്ത സേവനങ്ങൾ അല്ലാഹു അതിന്റെ എല്ലാ പ്രതിഫലവും അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ ഉന്നതമായ മാതൃക പങ്കിട്ടുകൊണ്ട് ദീനും സമുദായത്തിനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനു വേണ്ടി എല്ലാ വിധത്തിലും
പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും തൗഫീഖും സാമ്പത്തിക ശേഷിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് അള്ളാഹു സഹായം നൽകുമാറാകട്ടെ. ഉലമാക്കളും ഉമറാക്കളും ഒറ്റക്കെട്ടായിക്കൊണ്ടുള്ള നമ്മുടെ ഈ കേരളീയ പാരമ്പര്യം എന്നും നിലനിർത്തിക്കൊണ്ട് ദീനും സമുദായത്തിനും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തങ്ങളവർക്ക് കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബിങ്ങളെ, നിങ്ങൾക്ക് ഭക്ഷണത്തിന് സമയമായോ? ഇല്ലല്ലോ. ഞാൻ അസർ വരെ പറയട്ടെ. അടിപൊളി, നല്ല കുട്ടികളാണ് നിങ്ങള്. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നിർത്താട്ടോ. 2 പോയിന്റ് കൂടി പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അസർ വരെ പറയാം. ഒന്ന്, നിങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറയാം. ഞാൻ നിങ്ങളുടെ ത്യാഗത്തെ കുറിച്ചാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2, നിങ്ങളുടെ മഹത്വത്തിനോടൊപ്പം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ചില അപകടങ്ങൾ കൂടിയുണ്ട്. നോക്കൂ, അപ്പൊ ഉസ്താദും കുട്ടിയും കൂടി യാത്ര പോവാണ്. 3ാമത്തെ തവണയാണ് ഞാനിത് പറയുന്നത്. ഇനി ഒരു തവണ കൂടി പറയാം. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു വീട്ടുകാരൻ വന്നിട്ട് ഉസ്താദെ ഒന്ന് കയറി വെച്ച് പോവാന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുക കുട്ടികളെ, ഇന്നത്തെ പോലെ വാഹന ഗതാഗതമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഒരു നാട്ടിട വഴിയിലൂടെ ഉസ്താദും കുട്ടിയും ഇത്തിരി വട്ടത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വീട്ടുകാരൻ ക്ഷണിക്കുന്നത്. ഉസ്താദ് നോട്ട് ദ പോയിന്റ്. ഉസ്താദ് കുട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞു. ആ വാക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറ. ഉറക്ക പറിച്ച എന്തുട്ടത്? അങ്ങനെ ഒന്നുകൂടി ഉറക്ക പറ. ആ വാക്ക് നിങ്ങളൊരു അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, മനസ്സിൽ അണ്ടർലൈൻ ചെയ്തോളൂ, ആവശ്യം വരും. അങ്ങനെ കുട്ടി എവിടെ നിന്നോ ഉസ്താദ് വീട്ടിലേക്ക് പോയി. ഏത് വീട്ടിലേക്ക്? ഒരു സൽക്കാരത്തിന് വിളിച്ച ഒരാളുടെ അടുത്തേക്ക്. അവരിങ്ങനെ കുറെ സംസാരിച്ചിരുന്നു. അങ്ങനെ പ്രായമുള്ള ആൾക്കാരല്ലേ. സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോ വീട്ടുകാരൻ പറഞ്ഞു, എന്നാ കുറച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. കുട്ടി എവിടെയാണ്? ശിഷ്യൻ എവിടെയാണ്? വഴിയിൽ. ഉസ്താദ് കൈ കഴുകി ഭക്ഷണം കഴിച്ചു. മറന്നുപോയി. വീട്ടുകാരനും മറന്നു, ഉസ്താദ് മറന്നു. എന്താ അങ്ങനെ മറക്കാൻ സാധ്യതയില്ലേ? അങ്ങനെ മറക്കില്ലേ? ഞാനൊരിക്കൽ ലിഫ്റ്റിൽ കയറിയിട്ട്, നമ്പർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇറങ്ങേണ്ട തട്ടിലെത്തിയപ്പോൾ എനിക്കറിയാം 6 ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയാം, എനിക്ക് എത്രയൊന്നും ഓർമ്മയില്ല, മക്കത്ത് വെച്ചാണ് ഉണ്ടായത്. 7, 8, 9 ഇതൊക്കെ കടന്നു പോകുമ്പോൾ ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അവസാനത്ത് പോയത് മുട്ടി നിന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു. ഈ കാലത്ത് പോലും നമുക്ക് വലിയ മറവിയുണ്ട്. പിന്നെയാണ് ആ കാലത്ത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ വീട്ടുകാരൻ പറഞ്ഞു, ഇനി ഇന്നിവിടെ കൂടാം, ഒരുപാട് വൈകിയതല്ലേ, നാളെ പുലർച്ചെ സുബഹിക്ക് മുമ്പ് യാത്ര തുടരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദുണ്ടല്ല, ആ വീട്ടിലങ്ങോട്ട് കിടന്നു. കുട്ടി എവിടെയാണ്? വഴിയിൽ. നമ്മളാണെങ്കിൽ എന്തുട്ട് ചെയ്യും? റഹീമികളാകാൻ പോകുന്നത് നമ്മൾ എന്തുട്ടാണ് ചെയ്യുക? മൊബൈൽ ഫോൺ എടുത്തിട്ട് ചിലപ്പോൾ ഉസ്താദിനെ വിളിക്കും. നിങ്ങൾക്ക് ഫോൺ ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലും. അത് ശരി, നിങ്ങൾ ഭയങ്കര ശാപ്പാട്, നമ്മൾ പുറത്ത്. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നും. ഏതാണ്ട് സുബഹിയോട് അടുക്കുമ്പോ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഇവർ എഴുന്നേറ്റപ്പം തെങ്ങിന്റെ കടയ്ക്ക് പോയിട്ട് ഒന്നുണ്ടാക്കുമ്പോ ഒരു മിന്നായം പോലെ ഒരു നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു നിഴലിങ്ങനെ അനങ്ങുന്നത് കണ്ടു ഉസ്താദ്. അപ്പൊ സ്പാർക്ക് ചെയ്തു, പഠിച്ചോനെ എന്റെ ശിഷ്യൻ അവിടെ വഴിയിലാണല്ലോ. ഉസ്താദ് വെള്ളം അവിടെ ഇട്ടോടി ശിഷ്യന്റെ അടുത്ത്. ആ കുട്ടി അവിടെ നിൽക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, മോനെ അത് കരച്ചിൽ വരണ്ടോ നോക്കാൻ.
മോനെ മറന്നുപോയതാണ് മുത്തേ, മറന്നുപോയി. ഉസ്താദ് ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. നിനക്കെന്റെ അടുത്ത് വന്ന് പറയായിരുന്നില്ലേ ഞാൻ മറന്നുപോയതാണ്. പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ എന്ന് വയോവൃദ്ധനായ ഗുരുവര്യൻ പറയുമ്പോ ശിഷ്യൻ കരഞ്ഞു. ആ കരച്ചിൽ നമുക്ക് മനസ്സിലായി, സങ്കടം വന്ന നമ്മളും കരയും അല്ലേ? പക്ഷേ അതിനല്ല കരഞ്ഞത്. ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ അങ്ങനെ പറയരുതേ, എന്റെ അടുത്താണ് തെറ്റുപറ്റിയത്, എനിക്കാണ് തെറ്റുപറ്റിയത്. കണ്ടോ, നിങ്ങളുടെ കണ്ണുകളൊക്കെ എന്റെ നേരെ വരുന്ന ഞാൻ കാണും. എനിക്കാണ് തെറ്റുപറ്റിയത്. ഉസ്താദ് എന്നോട് പോകുമ്പോൾ പറഞ്ഞത് മോനെ ഇവിടെ നിൽക്ക് എന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? 3 വട്ടം എന്നെ കൊണ്ട് ചോദിപ്പിക്കരുത്, നമുക്ക് സമയമല്ല. ഒറ്റ തവണ നിങ്ങൾ ഉറക്ക മറുപടി പറയണം. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ തൽക്കാലം നിങ്ങൾ കാണണ്ട, എന്നെ കണ്ടാൽ മതി. അവരോടുള്ള ബഹുമാനം കൊണ്ടാണല്ലോ നിങ്ങൾ ചാടി വീഴാത്ത. അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷേ ഉസ്താദേ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ കുറെ നേരം നിന്നപ്പോ രാത്രിയേറെ വൈകിയപ്പോ എന്റെ കാല് വേദനിക്കാൻ തുടങ്ങി. നല്ല തണുപ്പ്, എന്റെ കാല് തരിച്ചു ഉസ്താദേ. ഞാൻ നിങ്ങൾ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഉസ്താദേ, ഒരു കാലൊന്നിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങയുടെ സമ്മതമില്ലാതെ, അങ്ങയുടെ സമ്മതമില്ലാതെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ പൊന്നുമോൻ കരഞ്ഞപ്പോ ആ ഉസ്താദിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ ജ്ഞാനവൃദ്ധന്റെ ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. തന്റെ ശിഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ആ ശിരസിലിങ്ങനെ ചുംബിച്ചിട്ട് പുലരാൻ ഇനിയും സമയമുള്ള രാത്രിയില് നിലാവിന്റെ അരണ്ട വെളിച്ചത്തില് എന്റെ പൊന്നുകുട്ടികളെ ആ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഉമറേ, നീ ഒരു സാധാരണ മുതല്ലിമല്ല, നിന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത്. കുട്ടികളെ, ആ രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ ആ ഇടവഴിയിൽ പ്രാർത്ഥിച്ച ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ സത്ഫലമാണ് അതേ 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 പ്രണയം നിലാം മഴ പോലെ പെയ്തിറങ്ങിയ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ തിരുറൗള ശരീഫിന്റെ മുന്നിൽ കണ്ണ് കടലാക്കി പാടിയ അതേ ആശിഖുർ റസൂൽ ഉമർ ഖാലി വെളിയങ്കോട് റളിയല്ലാഹു അൻഹു. ആ കുട്ടിയായിരുന്നു വെളിയങ്കോട്ട ഉമർ ഖാലി. ഇനി നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞൊന്ന് ശരിയല്ലേ? അൽഇൽമു അദബുൻ, വിജ്ഞാനം എന്ന് പറയുന്നത് അദബാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു ശരിയായില്ലേ? പറ, ശരിയായില്ലേ? ആരാ ഉമർ ഖാലിനെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഉസ്താദിന്റെ ദുആ കിട്ടിയ മോനാണ്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരെ തൃപ്തി നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് നമ്മളാണ് എന്തുട്ട ചെയ്യാ? ഉസ്താദ് കണ്ടിരിക്കുക. നമ്മളാണ് എന്തുട്ട ചെയ്യാ? പറ, നമ്മളാണ് എന്തുട്ട ചെയ്യാ? സത്യസന്ധമായി പറ, നമ്മളാണ് എന്തുട്ട ചെയ്യാ? അവിടെ തന്നെ നിൽക്കുവോ? ഈ പറയുന്ന അവിടെ തന്നെ നിൽക്കുവോ? നമ്മളങ്ങോട്ട് ചെല്ലൂലേ? പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടവും നിങ്ങൾ പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ സത്യം മാത്രം പറയുന്ന കുട്ടികളാണ്. നിങ്ങൾ സത്യമാണ് പറയുന്നത്. ചില സദസ്സിലൊക്കെ കുട്ടികൾ പറയും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. നമ്മളവിടെ നിൽക്കുവോ? അല്ല, നമ്മൾ എന്നിട്ട് ഉസ്താദിനോട് പറയും എന്തൊട്ടും പരിപാടിയാണ് ഉസ്താദ്. നിങ്ങൾ പോയി ചാപ്പാട് കഴിക്കുക, കിടന്നുറങ്ങുക, നമ്മളെ പുറത്തേക്ക്. ഇന്നത് ന്യൂ ജനറേഷൻ മുത്താലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയല്ലേ? ആ ചാവക്കാട്ടെ എടക്കഴിയൂരിൽ മദ്രസാധ്യാപകൻ തന്റെ കുട്ടിയെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അടിച്ചു. അടിയൊന്ന് പാളി.
കയ്യിൽ ഇത്തിരി പാടുവന്നോ, ഉമ്മാനോടും വാപ്പാനോടും പോയി പറഞ്ഞു. അടിച്ചിട്ടുണ്ട്. ഉമ്മയും വാപ്പിയും ഇളകി വന്നോ കമ്മിറ്റിക്കാരോട് മുന്നിലേക്ക്. കമ്മിറ്റിക്കാർ പറഞ്ഞു മദ്രസയിൽ വന്ന് അടി കിട്ടും. അവര് നേരെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസങ്ങ് കൊടുത്തു. ബാലപീഡനം, പോസ്കോ. അടിച്ചതാണ് കേട്ടോ. വാർത്ത വന്നത് അങ്ങനെയാണ്. 3 മാസം ഉസ്താദ് ജയിലിൽ പോയി കിടന്നു. അടിപൊളിയായില്ലേ? എന്തപ്പം ഉണ്ടാത്ത എന്താണ്? അടിപൊളിയായില്ലേ? അടിപൊളിയായില്ലേ? അതാണ് ഇന്നത്തെ മുത്തഅല്ലിമും അന്നത്തെ മുത്തഅല്ലിമും തമ്മിലുള്ള വ്യത്യാസം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ എന്നെ ഒന്ന് അടിക്കുമോ എന്ന് പറഞ്ഞു വിലപിച്ച ആളാണ്. പിന്നീട് ഉത്തരേന്ത്യ രംഗത്തെ ഉജ്ജ്വലനായ പണ്ഡിതനായി മാറിയത് ഇൽമെന്ന് പറഞ്ഞാൽ അദബാണ്. അക്കാഡമിക്കലായ പഠനം കൊണ്ട് നമുക്ക് ഭയങ്കര പേരും പ്രശസ്തിയും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്യാം. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കണം. അല്ലാഹു നൽകട്ടെ. എല്ലാം നമുക്ക് വേണം. പക്ഷേ ജ്ഞാനത്തിന്റെ മുന്നിലുള്ള സുഹബത്താണ്, സഹവാസമാണ് വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പുണ്യം. അതാണ് ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. നമുക്ക് ഗൂഗിളിൽ നിങ്ങൾക്ക് ജാമിഉൽ അസ്ഹറിന്റെ കിതാബുകളൊക്കെ നിങ്ങൾക്ക് മുതഅല ചെയ്യാൻ റഫറൻസിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ www.jamiulazhar.com സംഗതി വരും. ജാമിഉൽ അസ്ഹറിൽ നിങ്ങൾ തിരയുന്ന കിതാബ് നമ്മുടെ മൊബൈൽ ഫോണിൽ വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ. പക്ഷേ അവിടെ ഒരു ഗുരുവില്ല. അവിടുത്തെ ഗുരു ഗൂഗിളാണ്. ഗൂഗിൾ സത്യസന്ധനായ ഗുരുവല്ല, ഫേക്ക. നിങ്ങൾ റഹീമിയയിലെ നിങ്ങളുടെ ഉസ്താദ്, നിങ്ങൾ പറയും നിങ്ങളുടെ ഉസ്താദിന്റെ പേര് പറയും. ഓരോരുത്തരും അവരുടെ ഉസ്താദിന്റെ പേര് പറ, ഉറക്ക പറ. ആ ഉസ്താദിന്റെ പേര് പറ, അവരുടെ ഉസ്താദിന്റെ പേര് പറ. അറിയില്ല, അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചോദിക്കണം, ഇൻഷാ അല്ലാഹ് പറയും. ഇന്ന് പോയിട്ട് ചോദിക്കണം നിങ്ങളുടെ ഉസ്താദിന്റെ പേരെന്താന്ന്. അങ്ങനെ ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാകാത്ത എന്താണെന്നറിയോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉസ്താദിന്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല. അതായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തോ ആട്ടേക്ക് താമസിക്ക് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും, നിങ്ങൾ മറന്നതാവും. എന്നാലും നിങ്ങൾ ചോദിക്കണം ഉസ്താദിന്റെ പേരെന്താ ചോദിക്കണം. ചോദിക്കൂലേ? അവരുടെ ഉസ്താദിന്റെ പേരെന്താന്ന് ചോദിക്കണം കേട്ടാ. എന്തെങ്കിലും ഉണ്ടാത്തത് എഴുതി വെക്കണം എന്നിട്ട്. അവരുടെ ഉസ്താദ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉസ്താദ് അങ്ങനെ കണ്ണിയത്തോര് പിത്തങ്ങള് അങ്ങനെ അങ്ങ് കടന്നുപോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇമാം അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തിച്ചേരും. ഇതാണ് അൽഇൽമു. മറ്റേത് പുസ്തകത്തിലെ വിജ്ഞാനമാണ്. ഇത് പിഴക്കില്ല. ഇത് സുന്നത്ത് ജമാഅത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് എന്ന് ഇടയിൽ ഞാൻ ചേർത്ത് പറയാം. ഇത് വേറെ ആൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അപ്പുറത്തുള്ള വിദയി കക്ഷികളുടെയൊക്കെ ഉസ്താദുമാർ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുത്തുബിത്തങ്ങളിലൂടെ കടന്നു പോകണം. ഇനി അവിടെയും വിട്ടാൽ മഖ്ദൂമിലൂടെ കടന്നു പോകണം. മനസ്സിലാകുന്നുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ കടന്നു പോകണം. മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നമാണ്. എന്താ സൈനുദ്ദീൻ മഖ്ദൂമിൽ അസ്താനി എഴുതിയിട്ടുണ്ട്. വാഹനം ഞാൻ കയറിയേ മുത്തുനബി തിങ്കളിൽ അവലാദി ചൊല്ലിയേ. അവിടത്തെ സൈനുദ്ദീൻ മഖ്ദൂം അവിടത്തെ അവർ ഉസ്താദിയത്ത് നഷ്ടപ്പെടും. കാരണം അവർ പറയുന്നത് മൗലൂദ് ഓതൽ ശിർക്കാന്നാണ്. സൈനുദ്ദീൻ മഖ്ദൂം മൗലൂദ് എഴുതിയ ആളാണ്. ബുദ്ധിമുട്ടാവൂലേ? പറ, ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അവരുടെ ഇല്ലാന്നോ? നമ്മുടെ എല്ലാം സുന്നത്ത് ജമാഅത്തിന് പുറത്തു നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ടാവും. അപ്പൊ കേരളത്തിൽ നിന്ന് ഗുരു പരമ്പര അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. സൈനുദ്ദീൻ മഖ്ദൂമിനെ ഗുരുവായി അംഗീകരിച്ചാൽ ഗുരു പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ മൗലൂദ് ഓതേണ്ടി വരും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദും. അടിപൊളിയാവൂല്ലേ? അതുകൊണ്ട് ഗുരു പരമ്പര സുന്നത്ത് ജമാഅത്തിന് മാത്രമുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. രണ്ടാമത്തെ ഒരു കാര്യം, സമയത്തിന്റെ ഒരു പരിധിയുണ്ട്. ഭയങ്കര സുഖമാണ് ഈ പരിപാടി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. ഒന്ന് ശമാഅത്തുൽ അഅദാ.
ശത്രുക്കളുടെ ചീത്തവിളി കേൾക്കേണ്ടി വരും. മുതഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ അൽ ആലിം എന്ന് പറയുന്നവർ ശത്രുക്കളുടെ ചീത്തവിളി കേൾക്കേണ്ടി വരും. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ ഉണ്ടാത്ത ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂട്യൂബ് എടുത്തു നോക്കൂ, ഫേസ്ബുക്ക് എടുത്തു നോക്കൂ, എല്ലാവരും കൂടി അതിന് ജസ്ലാം വടശ്ശേരിയാണെങ്കിലും ശരി, ജബ്ബാർ ആണെങ്കിലും ശരി, ഇനി ജമാഅത്തുകാരാണെങ്കിലും മുജാഹിദാണെങ്കിലും മദനിശ്ശേരികളാണെങ്കിലും ആരാണെങ്കിലും ശരി, എല്ലാവർക്കും ഓടിക്കേറാനുള്ള ഒരു ചെരിഞ്ഞു കിടക്കുന്ന മരമാണ് ആര് ആര് ഉസ്താദുമാർ. റൈറ്റ്? ശരിയാണോ? ശരിയാണോ? ഇനിയൊരു മാലിൽ നിന്നാലും ശരി, ഒരു കമ്മിറ്റിയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ശരി ചീത്ത പറയും. ഇത് മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് പ്രതീക്ഷിക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. കൂട്ടുകാരന്മാരുടെ ചിത്തവിളി കേൾക്കേണ്ടി വരും, ആക്ഷേപം കേൾക്കേണ്ടി വരും. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചവരൊക്കെ നിങ്ങൾ ഈ വേഷത്തിട്ട് ചെല്ലുമ്പോ നിങ്ങളോട് പറയില്ലേ, അയ്യേ എന്തോ ഇട്ടത്, ഒരു തലയെ കിട്ടും, പിന്നെ ഒരു വെള്ള ഷർട്ടും ഒരു തുണിയൊക്കെ എടുത്ത് ഒരു പാന്റ് ഇട്ടുറന്ന് പറയലില്ലേ? എന്താ മിണ്ടാത്തത്? അങ്ങനെ കളിയാക്കലല്ലേ? ഫ്രണ്ട്സുകൾ നിങ്ങളെ കളിയാക്കും. പക്ഷെ ഇതിനൊക്കെ എന്താ ഗുണം എന്നുള്ളത് ഞാൻ വേറെ പറയാ. അപ്പൊ ചീത്ത പറഞ്ഞോളാം നിങ്ങൾ പറയും. പക്ഷെ ആ കളിയാക്കലിൽ നിങ്ങൾ വീണു പോകരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ശംസുൽ ഉലമ ഉണ്ടാകുമായിരുന്നില്ല. 21-ാം നൂറ്റാണ്ടിന്റെ മലയാളത്തിന്റെ ഇമാം ശഫഈ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ വിസ്തൃതനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടാകുമായിരുന്നില്ല. കുറ്റം പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പരിഹസിക്കുമ്പോ ദർസ് പഠനം നിർത്തിയിരുന്നുവെങ്കിൽ, എത്ര ചീത്ത ആൾക്കാർക്ക് ഇന്നും അന്നും കേൾക്കുന്നുണ്ട് പരിഹാസങ്ങള്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പറയാം, അത്തരം പരിഹാസങ്ങളെ ഞാൻ വില വെക്കൂല എന്ന് പറ. ഉറക്കെ പറ. എന്തുട്ട പറയാത്ത? നിങ്ങളോട് പറയാനാ പറഞ്ഞത്. പരിഹാസങ്ങളെ ഞാൻ വില വെക്കില്ല എന്ന് പറ. അങ്ങനെ പറഞ്ഞ ഉറക്കെ പറ. ഇത് കാരണം ഇത് മുത്തിന് മുമ്പ് പറഞ്ഞാണ് ഉണ്ടാവുന്ന. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? വീട്ടിൽ ചെല്ലും, നാട്ടിൽ ചെല്ലുമ്പോ ഇല്ലേന്ന് നിങ്ങളുടെ ഇടയിൽ എന്നെ കുട്ടികൾ പറയില്ലേ, കേട്ടോ നമുക്ക് ചാടിപ്പോയ എങ്ങനെ ഉണ്ടാവും പറയലില്ലേ? ഇല്ലേന്ന്. അതന്നെയാണ് കാരണം. എന്നാ കേട്ടോളൂ. നാലാമത്തത്, വിഡ്ഢികളുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. നല്ല ആൾക്കാരല്ല, പരമവിഡ്ഢികളായ ആളുകൾ, അവരുടെ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. നാട്ടിൽ ചെല്ലുമ്പോ കുടുംബത്തിൽ തന്നെ ചില വിഡ്ഢികൾ ഉണ്ടാവാരോട് പറയും, പാപ്പാട് പറയും, റഷീദ് എന്റെ മോനെ എവിടെയാക്കി? അത് റഷീദിയല്ലേ, വേറൊരു പണിയില്ല എനിക്ക് ചങ്ങായി. എന്താണ് ഇപ്പൊ ഒരു മൊയ്ലിയരായിട്ട്? മൊയ്ലിയരാകേണ്ട എന്തിനാണ്? പള്ളി ജോലി ചെയ്യാനാണെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെയൊന്നുമില്ല. ജോലി ചെയ്യാതിരിക്കാം. ഇൽമു പഠിക്കുന്നത് എവിടെയെങ്കിലും ജോലി ചെയ്യാനൊന്നുമല്ല. ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇൽമു പഠിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റെ വ്യക്തിയുടെ അഭിപ്രായം. ഇൽമു അതേ വേഷത്തിലൂടെ ഒരാൾ വണ്ടി ഓടിച്ചാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഒരാൾ കർഷകനായ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഒരാൾ ഒരു ഓഫീസിലെ ജോലിക്കാരനായ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. പക്ഷെ ഇത് മാറ്റിവെച്ചിട്ട് ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തില് മുസ്ലിയാരായ ജില്ലാ കളക്ടറിന്റെ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പറ. ബഷീർ ഫൈസി IAS ജില്ലാ കളക്ടർ തൃശൂർ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പക്ഷെ നമ്മൾ കുറച്ച് SLC പാസ്സാകുമ്പോഴത്തേനും പിന്നെ റസൂലിനെ കുറിച്ച് പറയണത് മടിയാകുകയാണ്. ഒരു BA പാസ്സാകുമ്പോഴത്തേനും നമ്മൾ തലയെട്ട് മാറ്റിയാണ്. പിന്നെ നമുക്കൊരു ഉസ്താദാണ്, ഫൈസിയാണ്, ദാരിമിയാണ്, റഹീമിയാണെന്ന് പറയുന്ന പോലും നാണക്കേടാകാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോഴത്തെയാണ് പ്രശ്നം. അതുകൊണ്ട് വിഡ്ഢികളുടെ കുത്തുവാക്കുകൾ നിങ്ങൾക്കുണ്ടാകും. അതിൽ വീണുപോകണ്ട. ഇൻഷാ അല്ലാഹ് പറ. അങ്ങനെയെന്ന് പറഞ്ഞവരെ ഉറക്കെ പറ. അങ്ങനെയെന്ന് പറഞ്ഞവരെ ഒന്നുകൂടി ഉറക്കെ പറ.
വിഡ്ഢികൾ നിങ്ങളെ കുത്തുവാക്കുകൾ പറയും. ഇനി ഉസ്താദ് ആയാലും പറയില്ലെങ്കിലും പറയും. അടുത്തത് കേട്ടോളൂ. ഹസദുൽ ഉലമാ, ഹസദുൽ ഉലമാ. മൊയ്ലിയന്മാർക്കെതിരെ തന്നെ അസൂയ ഉണ്ടാകും. ഇതൊന്നും ലൈവിൽ പറയാൻ പറ്റാത്ത കാര്യമാണ്. ഇന്നലെ ഞാൻ പറയും, ഉസ്താദ്മാർക്ക് അൽ ഇൽമ കിട്ടിയവരാവൂലട്ടത്, ബിരുദം കിട്ടിയവരായിരിക്കും, പക്ഷെ അൽ ഇൽമ ആവൂല. അവർക്കിടയിൽ അസൂയയുണ്ടാകും. ഞാനത് വിശദീകരിക്കുന്നില്ല. കേരളത്തിന്റെ പുതിയ പശ്ചാത്തലം നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉസ്താദ് ഒരു നാട്ടിൽ നിന്ന് ജോലിയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായാലും നാട്ടിൽ വേറൊരു ഉസ്താദ് ഉണ്ടാവും. അയാൾ ചിലപ്പോ കുറച്ചുകൂടി വലിയ ഒരു കുത്തുപോതിയ വെള്ളിയാഴ്ച അതേ കമ്മിറ്റിക്കാരോട് അയാളോട് നേരിട്ട് എന്ന് ഒറ്റക്കൊന്നല്ല പറയാം. അയാളൊന്ന് ഓതിയയില് ജെറുള്ള കൊടുത്ത റഫാണ് വായിച്ചത്. അയാളോട് പരിപാടി കാണില്ല. അത് ആ ഉസ്താദിനോടൊന്ന് നേരിട്ട് പോയി പറഞ്ഞാൽ മതി. അത് പറയില്ല. എന്റെ പാപ്പു അബ്ദുറഹ്മാൻ ഞാൻ പറഞ്ഞ ശരിയല്ലേ? മൊയ്ലിയാർക്കിടയിൽ അസൂയുണ്ടോ? ഇതൊക്കെ പണ്ടേ പറഞ്ഞതാണ് അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ നല്ല ഉസ്താദുമാർക്കിടയിൽ ഉണ്ടാവില്ല കേട്ടോ. മൊത്തത്തിലുള്ള പ്രസ്താവനയല്ല അത്. എന്താണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ വലുതാവും അന്വേഷിച്ച് നോക്കി. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഞാനിപ്പോ തൽക്കാലം അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ പറയുകയാണ്, ഒരാൾ അതിന്റെ മേൽ ക്ഷണിക്കുകയാണെങ്കിൽ മുതഅല്ലിമീങ്ങളെ, കുട്ടികളെ, ഇമാമൻ അല്ലാഹു അവരെ നേതാക്കന്മാരാക്കും. അവരെ പിൻപറ്റുന്ന ഒരു തലമുറ ഉണ്ടാവും. അത് ക്ഷമ കാണിക്കണം. അല്ലാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. അല്ലാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചോളുണ്ട്. അപ്പൊ ഇനി എപ്പോഴും നാട്ടിൽ പോകുമ്പോ ഏതെങ്കിലും ഒരു കുട്ടിയോ കൂട്ടുകാരനെ ഞങ്ങളോട് പറയാനുണ്ടോ, ഈ റഹീമിൽ ഇഞ്ഞ് പഠിക്കേണ്ട പോരെ, നമുക്ക് +2 ചേരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറയാം. മോനെ, ഈ പറയുന്ന 1400 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? പറ. 1400 കൊല്ലം മുമ്പ് ബഷീർ ഫൈസി പറഞ്ഞതാണോ? എന്നാ ഉറക്ക പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോയിക്കോ. അസ്സലാമു അലൈക്കും. വഇദാ ഖാതബഹുൽ ജാഹിലൂൻ ഖാലൂ അസ്സലാമു അലൈക്കും. ഞാൻ റഹീമിലേക്ക് പോവാണ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് പറയേ. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളും കൂടെ കൊണ്ടുപോയി. ഭക്ഷണത്തിന്റെ കാര്യം പ്രശ്നമില്ല. നിങ്ങൾ കുറച്ചു കാലം കൊണ്ടാണ് പഠിക്കുന്നത്. ഒരുപാട് കാലം പഠിച്ച ആൾക്കാരോട് ഉണ്ടായിട്ടുണ്ട്. അത് പ്രശ്നമുള്ള കാര്യമില്ല. പരമപ്രധാനമായി പറഞ്ഞത് ഉസ്താദുമാരെ അദബ് കിട്ടുക എന്നുള്ളത്, അവരുടെ പൊരുത്തം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. കുട്ടികളെ 2 വിഷമുണ്ട്. വിഷം. ഈ വിഷം അറിയാതെ കുടിച്ചാൽ മരിക്കാരെങ്കിലും ഇല്ലല്ലോ? പറ. വിഷം അറിയാതെ കുടിച്ചാൽ മരിക്കുവോ? വിഷം ഒന്ന് അറിയാതെ കുടിച്ചാൽ മരിക്കുവോന്ന്? മരിക്കും. വിഷം അറിഞ്ഞു കുടിച്ചാലും മരിക്കും, അറിയാതെ കുടിച്ചാലും മരിക്കും. 2 വിഷങ്ങളുണ്ട്. ഒന്ന് മാതാപിതാക്കളാണ്, 2 ഉസ്താദുമാരാണ്. 2 വിഷമാണ്. എന്ന് വെച്ചാൽ അത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളെ വിഷയം അതല്ലാത്തോണ്ട് അതിലേക്ക് പോകുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞത്? വലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പോലും പറയാൻ പാടില്ല. നമ്മളെ മലയാളത്തില് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഛെ എന്ന് പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. ഒരു എക്സ്പ്രഷൻ ഉണ്ടായാൽ മതി. ദേഷ്യത്തിന്റെ ഒരു എക്സ്പ്രഷൻ. നിങ്ങളുടെ ഉമ്മാന്റെ നേരെ ദേഷ്യം കൊണ്ട് പുരികമെന്ന് വളച്ചാൽ മതി. അത് അതിന്റെ പരിധിയിൽ വരും. മനസ്സിലായോ? ദേഷ്യം കൊണ്ടൊന്ന് നോക്കിയാൽ മതി ഉമ്മാനെ, അതതിന്റെ പരിധിയിൽ വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ പരിധിയിൽ വരുന്ന ഒരാളാണ് ഉസ്താദ്. അലിഫാണ് പഠിപ്പിച്ചതെങ്കിലും നിങ്ങളുടെ ഗുരുവര്യനാണ്. അയാളെ റെസ്പെക്ട് ചെയ്യുക. അത് സ്കൂളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്കൂൾ പഠിപ്പിച്ച ആളോട് ബഹുമാനം കാണിക്കണം. പക്ഷെ അതിൽ നിന്ന് ഭൗതിക ജ്ഞാനമാണ്. എന്നാലും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ഭൗതിക ജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തത് ഒരു അമുസ്ലിമായ ആളാണ്. എന്താണെന്നറിയോ? നായക്ക് എപ്പോഴാണ് പ്രായപൂർത്തിയാകുക എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഒരാളാണ്.
എങ്ങനെ നായക്ക് പ്രായപൂർത്തിയാകുക നിങ്ങൾക്കറിയോ? അറിയോ? ആ നായ കാല് പൊക്കി മൂത്രമൊഴിക്കുന്നത് കണ്ടാൽ നായക്ക് ഏകദേശം കല്യാണം കഴിക്കാനുള്ള പ്രായമായി എന്ന് മനസ്സിലാക്കാം. പ്രായപൂർത്തിയായി. ഇത് പറഞ്ഞു കൊടുത്തൊരു അമുസ്ലിമാണ്. അയാൾ വരുന്നത് കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്തു. അതൊരു ജ്ഞാനം പഠിപ്പിച്ചു. അതൊരു ഭൗതിക ജ്ഞാനല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അല്ലാഹുവിന്റെ നൂറായ ഇത് അള്ളാഹുവിന്റെ നൂറായ വിജ്ഞാനം. അത് പഠിപ്പിച്ച ഉസ്താദിനോടുള്ള ഒരു ആദരവ് എന്തായിരിക്കണം? ആ ആദരവ് നമ്മൾ പറഞ്ഞുണ്ടാക്കേണ്ടതല്ല. നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇട്ടു തരും. അള്ളാഹു ഇട്ടു തരുമാറാകട്ടെ. അതില്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും, നമ്മൾ പഴച്ചു പോകും, നമ്മൾ ഇടങ്ങറായി പോകും. ഇനി നിങ്ങൾ നിസ്സാരക്കാരാണോ അല്ലേന്ന് ഞാൻ പറഞ്ഞുതരാം. എത്ര പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടുതരാം. ആരെങ്കിലും ഒരാൾ ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക്, ഒരു മുത്തഅല്ലിമിന്റെ അരികിലേക്ക്, ഒരു ഉസ്താദിന്റെ അരികിലേക്ക് ഞാൻ പഠിക്കാൻ പോയി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി പോയി എന്ന് വെച്ചാൽ അവിടെ സ്ഥിരമായി നിന്ന് പഠിക്കുന്ന മുത്തഅല്ലിമല്ല, ചുമ്മാ ദർസിൽ പോയിരുന്നു, അയാൾക്ക് പോലും വലിയ ബഹുമാനമുണ്ട്. അതാണ് എൽം. പറയാണ് അവർക്ക് മുത്തഅല്ലിമിന്റെ ശ്രേഷ്ഠത ലഭിക്കും. മുത്തഅല്ലിമിന്റെ ശ്രേഷ്ഠത അപ്പൊ വലുതായിരിക്കുമല്ലോ. വെറുതെ കേൾക്കാൻ വേണ്ടി പോയിരുന്നാൽ പോലും അതിന്റെ ശ്രേഷ്ഠത കിട്ടും. രണ്ട്, പാപങ്ങളിൽ നിന്ന് അവൻ തടയപ്പെടും. ജ്ഞാനത്തിന്റെ സദസ്സിൽ പോയിരുന്നാൽ. ഇപ്പൊ നമ്മൾ ഇവിടെ കുറെ നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ചടങ്ങാണ്. നമ്മൾ വേറെ എന്തെങ്കിലും നെഗറ്റീവായി ചിന്തിച്ചോ? ഒക്കെ പോസിറ്റീവല്ലേ ചിന്തിച്ചത്? അല്ലേന്ന്. മൂന്ന്, ഇദാ ഖറജ മിൻ മൻസിലിഹി തൻസിലു അലൈഹി റഹ്മ. അവൻ വീട്ടിൽ നിന്ന് ജ്ഞാനം പഠിക്കാൻ ഇറങ്ങിയാൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു അവന്റെ റഹ്മത്തിൽ നമ്മളെ വഴി നടത്തട്ടെ. ഇദാ ജലസ ഇൻദഹു ഫതൻസിലു അലൈഹി റഹ്മ. അവരെടുത്ത് പോയിരുന്നാലോ അപ്പോഴും റഹ്മത്ത് ഇറങ്ങി. കേട്ടുകൊണ്ടിരിക്കലോ, ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അവൻ അല്ലാഹുവിന്റെ പ്രതിഫലം എഴുതപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ കുറെ സമയം കേൾക്കുകയാണ്, പറയുന്ന ആളുകൾ മൈൻഡ് ചെയ്യേണ്ട, കേൾക്കുകയാണ്. ഈ സമയം മുഴുവൻ നമുക്ക് വേണ്ടി അല്ലാഹു കൂലി എഴുതും. അപ്പൊ കുട്ടികളെ ഇതറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും. എനിക്ക് ബിരുദമൊന്നും കിട്ടണ്ട, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. കാരണം ഓരോ മൈനൂട്ട് സെക്കൻഡിലും പ്രതിഫലം ലഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞതൊക്കെ നെഗറ്റീവാണ്, ഇപ്പൊ പറയുന്നതൊക്കെ പോസിറ്റീവാണ്. മാലാഖമാർ അവരുടെ ചിറകുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ താഴ്ത്തിത്തരും. മാഷാ അല്ലാഹ്. ആർക്ക്? മുതഅല്ലിമിന്. നിങ്ങൾക്കാണ് ഇഷ്ടം. അതിന്റെ റഹ്മ അവർക്ക് തണുപ്പിലായിരിക്കും, അവരുടെ തൃപ്തിയിലായിരിക്കും നിങ്ങൾ. നിങ്ങൾക്കിടയിൽ അവരുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി അടുത്തിരിക്കുന്നുണ്ടോ നോക്ക്. നമുക്ക് കാണാൻ പറ്റായിട്ടാണ്. നമ്മുടെ അടുത്ത് മലക്കുകളുണ്ട്. നിങ്ങൾ ചില്ലറക്കാരല്ല എന്ന്. അടച്ചവനെ ഒന്ന് എഴുന്നേറ്റ് അടുത്തൊക്കെ നോക്ക്, മലക്കിരിക്കുന്നുണ്ടോ നോക്ക്. അല്ല, അറിയാതെ വന്നിരുന്നാലോ. സിറ്റ് ഡൗൺ. കുട്ടികളെ അപ്പൊ നമ്മൾ ഉഷാറല്ലേ? എന്ന് പറയും. ഇനി മുത്തഅല്ലിങ്ങൾ മോശക്കാരെ, അത് ദുനിയാവിൽ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ഇത് മറുപടി അവരോട് പറഞ്ഞു കൊടുക്കണം. ഐ ആം ദ ഗ്രേറ്റ്. സകല ഇബിലീസിയത്ത് നമ്മുടെ ഹൃദയത്തിന് ഇറങ്ങിപ്പോട്ടെ. ഇനി പഠിക്കാൻ മടി ഉണ്ടാവൂല. ഇനി ഇമ്മ കോളേജിൽ പോടാ, റഹീമിയൽക്ക് പോടാന്ന് പറഞ്ഞാൽ ഞാൻ പോവാണെന്ന് പറയും. ഇനി അഥവാ ഫുഡ് ഇത്തിരി വൈകിയാൽ പോലും അത് കുഴപ്പമില്ല. ഇവിടെ കോയക്കുട്ടി തേങ്ങാച്ചോറ് അല്ല, തേങ്ങാച്ചോറല്ല, എന്താണ് ഒന്ന്, എന്താ കഴിച്ചത്? തേങ്ങാ ചമ്മന്തിയോ തേങ്ങാ പിണ്ണാക്ക്? നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവൂല ഈ സാധനം.
ഏഴാമതായി പറയാണ് കുല്ലു ഖദ്ദമിൻ യർഫഉഹു വയളഉഹു യകൂനു കഫാറത്തൻ ലിദ്ദുനൂബി വറഫഅൻ വലറഫഅൻ ലിദ്ദറജാതി വസിയാദതൻ ഫീ ഹസനാത്. കുട്ടികളെ നിങ്ങൾ ഒരടിവെക്കുമ്പോൾ കാൽപ്പാട് വെച്ചാൽ ഒരു പാപം നിങ്ങൾക്ക് പൊറുക്കപ്പെടുമേ. ഒരു പാപം പൊറുക്കപ്പെടുന്നതിനോടൊപ്പം ഒരു നന്മ നിങ്ങൾക്ക് എഴുതപ്പെടുമേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഇത്രമേൽ പുണ്യമുള്ള ഏത് വിഭാഗമാണുള്ളത്? ഇത് MBA പഠിക്കുന്നവന് കിട്ടൂല, ഇത് BBA പഠിക്കുന്നവന് കിട്ടില്ല, ഇതേത് ഹയർ എഡ്യൂക്കേഷന് പഠിക്കുന്നവനും കിട്ടില്ല. നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ഗ്രേറ്റ് അല്ലേ? നിങ്ങൾ ഗ്രേറ്റ് അല്ലേ? ഒരു ഹദീസ് കൂടെ ഞങ്ങളെ കേൾപ്പിക്കാം. റസൂലുള്ളാഹി പറയുകയാണ്, 5 മിനിറ്റിൽ നിർത്താട്ടോ, 5 മിനിറ്റിൽ നിർത്തണോ? ആദ്യമായിട്ടായിരിക്കും കുട്ടികൾ ചോറഴിക്കണ സമയത്ത് നിർത്തണ്ടെന്ന് പറയണം. നിങ്ങൾ അതപോണ്ട് പറഞ്ഞതാവും ചിലപ്പോ. അതവൊന്നും വേണ്ട, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാറായില്ലേ? എനിക്ക് ഫുഡ് കഴിക്കാറായി, അതാണ് പ്രശ്നം. നമുക്ക് റസൂലുള്ളാഹി പറയണം, മൻ ഖറഅൽ ഖുർആൻ ഫഖദ് ഇസ്തദ്റജ അൻ-നബുവ്വ ബൈന ജംബൈ. ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ അയാളുടെ 2 പാർശ്വങ്ങൾക്കിടയിൽ അല്ലാഹു വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ നിങ്ങളൊക്കെ പ്രവാചകന്മാരാകൂലേ? പക്ഷെ അവന് വഹി ലഭിക്കുന്നില്ല എന്നേ ഉള്ളൂ. വഹി ലഭിച്ചാൽ നിങ്ങൾ ആരായി? വഹി ലഭിച്ചാൽ നിങ്ങൾ ആരായി? ആ പ്രവാചകന്മാരായി. ബഷീർ പ്രവാചകൻ, റഷീദ് പ്രവാചകൻ. പക്ഷെ വഹീന് ലഭിക്കില്ല. പ്രവാചകത്വം മുറിഞ്ഞുപോയി, നുബുവത്ത് വഹി മുറിഞ്ഞുപോയി. പക്ഷേ ആ പദവി നിങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉഡായിപ്പ് പറയുന്ന സദസ്സുകളിൽ അവർ പോയിരിക്കരുത്. നിങ്ങളോട് ഉസ്താദ്മാര് പറയില്ലേ, നിങ്ങൾ നാട്ടിൽ ചെന്നാ ഇതേപോലെ നടക്കണേ, നിങ്ങൾ കളിച്ചു നടക്കരുത് എന്നൊക്കെ പറയാറില്ലേ? ഇല്ലേന്ന്. അത് നിങ്ങൾ കളിച്ച് നടക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചാൽ ഇതിൽ പുറത്താകുമൊന്നുമില്ല. പക്ഷേ ക്ലബുകളില്, നാൽക്കവലകളിലെ ചർച്ചകളില്, നാട്ടുംപുറത്തെ ചായക്കടകളില് അങ്ങനെയൊന്നും വിലയില്ലാതെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിൽ റഹീമയുടെ മക്കളുണ്ടാകാൻ പാടില്ല. ഇന്ന് മാത്രമല്ല, ദീനി ഉലൂമിന്റെ വഴിയിൽ നടക്കുന്നവരുണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളുടെ പാർശ്വങ്ങൾക്കിടയിൽ ഉണ്ട്. I am the great. പറ I am the great. ആ ഗ്രേറ്റ് ആയ ആളുകൾ ലുട്ടാക്കികളുടെ കൂട്ടത്തിൽ പോയിരിക്കാൻ പാടില്ല. നിങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നാണ് ഈ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി പറഞ്ഞു, നാളെ പരലോകത്ത് നിങ്ങളുടെ മാതാപിതാക്കളോട് പറയേണ്ടതാ, എല്ലാവരും ഇങ്ങനെ ഭയാശങ്കകളോടുകൂടി കോടാനുകൂടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ചില ആളുകളുണ്ടല്ലോ, കുട്ടികളെ, മുത്തും രത്നവും ഗോമേതകവും മരതകവും വജ്രവും വൈഡൂര്യവും സ്വർണവും വെള്ളിയും സ്വർണവർണ്ണമുള്ള സപ്തവർണ്ണ രാശികളിൽ തിളങ്ങുന്ന കിരീടം ധരിച്ച ചില ആളുകളുണ്ടാകും. നല്ല പട്ടുവസ്ത്രം ധരിച്ച ചില ആളുകളുണ്ടാവും. അവർ ചോദിക്കും, ഇതെന്തിനാണ് ഞങ്ങളെ ധരിപ്പിക്കപ്പെട്ടതെന്ന് അവർ ചോദിക്കും. കാരണം അവർ നോക്കുമ്പോ ആർക്കൊന്നുമില്ല. ചില ആൾക്കാർക്ക് തുണി പോലും ഉണ്ടാവൂല എന്നല്ലേ. ആന്ന് തുണിയും കോണൊന്നും ഇല്ലാതെ ആൾക്കാർ മഹ്ശറയിൽ ഉണ്ടാവുക. അതുകൊണ്ടല്ല ആയിഷ ബീവി ചോദിച്ചത്, നബിയെ അവർ നഗ്നതയിലേക്ക് നോക്കില്ലേ പരസ്പരം? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ആർക്കാണ് അതിന് നേരം കിട്ടുക നോക്കാൻ? അത്ര ബേജാറില്ല. പക്ഷെ ചില ആൾക്കാർ കിരീടം വെച്ചിട്ട് തൃശ്ശൂർ പൂരത്തിനൊക്കെ ഗജരാജന്മാർ വരുന്നമായിരിങ്ങനെ വരും. യാ അല്ലാ. അപ്പൊ ചോദിക്കൂത്ര ഇത് എന്താണ്? അപ്പൊ പറയും, അവർ ഖുർആൻ പഠിച്ചതായിരുന്നു. നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ച കാരണമാണ്. മാഷാ അല്ലാഹ്. നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന മഹ്ശറയിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അതാണ് വിജ്ഞാനത്തിന്റെ സായുധ്യം, വിജ്ഞാനത്തിന്റെ സൗന്ദര്യം, വിജ്ഞാനത്തിന്റെ സാരഥ്യം, വിജ്ഞാനത്തിന്റെ എല്ലാം. അതുകൊണ്ട് അള്ളാഹു അദബുള്ള മുതഅല്ലിമീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെയുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് റഹീമിയയുടെയും മക്കൾ തങ്കരണുക്കളായി ഇരുട്ടിലണ്ടൊരു ജനപദത്തിന് വെളിച്ചം നൽകുന്ന മക്കളായി നജൂറുകളായി അള്ളാഹു തീർക്കുമാറാകട്ടെ. ഉസരമായ മണ്ണിൽ ഹാജിയാർ വളർന്നിട്ട ഇവിടുത്തെ എത്രയോ ഈ സ്ഥാപനത്തിന്റെയും ഇതിനനുബന്ധ ഇവിടുത്തെ പഠിച്ച വിദ്യാർത്ഥികളായി പിന്നീട് ഉസ്താദുമാരായി ഇപ്പോൾ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ചിറ്റൂരിലെയും മറ്റു പ്രദേശങ്ങളിലെയും ഈ റഹീമയുടെ മക്കൾ വളർത്തുന്ന ഈ സസ്യങ്ങളുണ്ടല്ലോ, അത് കാന്തമായി വളർന്ന് ചില്ലകളായി വെയിലത്തെ ആകാശത്തേക്ക് ചില്ലകൾ ഉയർത്തി കണ്ടം കായാകി അതിൽ മധുരമുള്ള പുതിയ പുതിയ കായ്കളുണ്ടാകും. പറവകൾ പറന്നു വന്ന് അതിങ്ങനെ എവിടൊക്കെയോ കുത്തിപ്പറിച്ച് കൊണ്ടുപോയി അവിടെയും മുളക്കും റഹീമിയ വളർന്നുകൊണ്ടേയിരിക്കും. ആ യാത്രാപഥത്തിൽ പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ഇതിന് വഴിവിളക്കേകിയ മർഹൂം കാരക്കാടുമാണ് ഉസ്താദ് എന്ന സുഫീ ബഹുമാനായ മർഹൂം മമ്മിഹാജി അവരുടെ ഒക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് മുട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നേരം വൈകി എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറവകളെ പോലെ ചിറകുതുക്കി സാധാരണ വയൽ കേട്ട പകുതി ആൾക്കാർ എഴുന്നേറ്റ് പോകും. നിങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പറയാൻ ആവേശം കൂടിപ്പോയതാണ്. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണം. വാഹൃദാവത്തി താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളം